ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് ഇന്ന് 10 വയസ്സ്. പദ്ധതി വൻ വിജയമെന്ന് ഗുണഭോക്താക്കളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോളറയ്ക്കെതിരെയുള്ള വാക്സിൻ തദ്ദേശീയമായി വികസിപ്പിച്ച് ഇന്ത്യ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് സർക്കാർ മറച്ചുവെക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തു. ജാതി മേൽക്കോയ്മയ്ക്കെതിരെ പടനയിച്ച മഹാത്മാവാണ് അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സൌരാഷ്ട്ര, കച്ച് മേഖലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. 2024 പാരീസ് പാരാലിമ്പിക്സ് ഗെയിംസിന് ഇന്ന് തുടക്കം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 84 കായിക താരങ്ങൾ. വാർത്തകൾ വിശദമായി. കോളറയ്ക്കെതിരെയുള്ള വാക്സിൻ വികസിപ്പിച്ച് ഹൈദരാബാദിലെ ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് ഹിൽകോൺ എന്നാണ് വാക്സിന് പേര് നൽകിയിരിക്കുന്നത്. ആഗോളതലത്തിൽ കോളറ ഉന്മൂലനം ചെയ്യുന്നതിന്റെ ഭാഗമായി വലിയ തോതിൽ വാക്സിൻ നിർമ്മിക്കാനാണ് ലക്ഷ്യം. 1 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് വാക്സിൻ നൽകുന്നത്. ആഗോളതലത്തിൽ 40 മില്യൺ ഡോസ് വാക്സിന്റെ കുറവാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷത്തിനിടെ 31 രാജ്യങ്ങളിലായി 5900 പേരാണ് കോളറ ബാധിച്ച് മരിച്ചത്. വിവിധ രാജ്യങ്ങളിൽ എംപോക്സ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി RT-PCR പരിശോധനാ കിറ്റ് വികസിപ്പിച്ചു. സീമെൻസ് ഹെൽത്ത് നിയർ വികസിപ്പിച്ച RT-PCR ടെസ്റ്റിന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അംഗീകാരം നൽകി. 40 മിനിറ്റിനുള്ളിൽ ഫലം ലഭ്യമാക്കുന്നതാണ് പുതിയ പരിശോധനാ കിറ്റ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2022 മുതൽ 116 രാജ്യങ്ങളിൽ നിന്നായി എംപോക്സ് വ്യാപനത്തെ തുടർന്ന് 99,000-ലധികം കേസുകളും 208 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ജൻധൻ യോജന വിജയകരമായി നിലവിൽ വന്നിട്ട് ഇന്ന് 1 ദശാബ്ദം. പദ്ധതിയുടെ എല്ലാ ഗുണഭോക്താക്കളെയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി പദ്ധതി വിജയിപ്പിച്ചവർക്ക് നന്ദി അറിയിച്ചു. ഒരു റിപ്പോർട്ട്. സാമ്പത്തിക ഉൾച്ചേർക്കൽ മെച്ചപ്പെടുത്തുന്നതിലും കോടിക്കണക്കിന് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും പാർശ്വവൽകൃത സമൂഹങ്ങൾക്കും അന്തസ് ഉറപ്പാക്കുന്നതിലും ജൻധൻ യോജന വലിയ പങ്കുവഹിക്കുന്നെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2014 ഓഗസ്റ്റ് 28-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ജൻധൻ അക്കൌണ്ടുകൾ തുറന്നതിലൂടെ രാജ്യത്ത് 53 കോടി ജനങ്ങളെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. 2.3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ ബാലൻസ് ഈ ബാങ്ക് അക്കൌണ്ടുകളിലൂടെ നേടിയിട്ടുണ്ട്. അക്കൌണ്ട് തുറക്കൽ ഫീസോ മെയിന്റനൻസ് ചാർജുകളോ ഇല്ല. മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യവുമില്ല എന്നത് കൂടുതൽ ജനങ്ങളെ പദ്ധതിയിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രണ്ടാമത് ഇന്ത്യ ചിലി സംയുക്ത കമ്മീഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ചിലി വിദേശകാര്യമന്ത്രി ആൽബർട്ടോ വാൻ ക്ലവേരൻ ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചിലി വിദേശകാര്യമന്ത്രിയും യോഗത്തിൽ സഹാധ്യക്ഷന്മാരാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി വിലയിരുത്താനും ബന്ധം ശക്തിപ്പെടുത്താനും യോഗം വഴിയൊരുക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് സർക്കാർ മറച്ചുവെക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിനാലാണ് നിരപരാധികൾ പോലും അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം ആരോപിച്ചു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. കമ്മീഷൻ പറഞ്ഞതിലധികം പേജുകൾ സർക്കാർ മറച്ചുവെച്ചുവെന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ലെന്നും ചോദിച്ചു. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തു. 2016 തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് പീഡിപ്പിച്ചെന്നാണ് പരാതി പ്രത്യേക സംഘത്തിന് കൈമാറും. വെളിപ്പെടുത്തലിന് പിന്നാലെ സിദ്ദിഖ് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാള താരസംഘടനയായ AMMയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ഇന്നലെ രാജിവെച്ചു. പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതുവരെ അഡ്ഹോക് കമ്മിറ്റിക്കാണ് ചുമതലയെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉയരുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ നടനും കൊല്ലം MLAയുമായ M മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ചുമതലപ്പെട്ടവർ മറുപടി നൽകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ആരോപണങ്ങളിൽ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലാകില്ലെന്ന് അദ്ദേഹം കൊട്ടാരക്കരയിൽ പറഞ്ഞു. ആരോപണങ്ങളിൽ നിയമപരമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും ഒളിച്ചോടിപ്പോകുന്ന സമീപനമല്ല സർക്കാരിന്റേതെന്നും മന്ത്രി വ്യക്തമാക്കി.
സുരക്ഷിതമായ തൊഴിലിടവും തൊഴിലന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിൽ സിനിമാ മേഖലയിലെ AMMA ഉൾപ്പെടെയുള്ള സംഘടനകൾ പരാജയപ്പെട്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. സിനിമാ പ്രവർത്തകരായ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് സംഘടനയുടെ ബാധ്യതയായിരുന്നുവെന്നും എന്നാൽ അക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ സിനിമാ വ്യവസായത്തിലെ അധികാരത്തിന്റെ അസമത്വങ്ങൾ ഹേമ കമ്മിറ്റി തുറന്നുകാട്ടിയെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ വേഗത്തിലും സുതാര്യമായും അന്വേഷിച്ച് കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. മദ്യ എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട CBI കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി സെപ്റ്റംബർ 3 വരെ നീട്ടി. ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. തിഹാർ ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. വഖഫ് ഭേദഗതി ബില്ലിനെപ്പറ്റി സംയുക്ത പാർലമെന്ററി സമിതി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തയ്യാറാക്കിയ നിർദ്ദേശങ്ങളുടെ 2 കോപ്പികൾ വീതം തപാലിലോ ഇമെയിലിലോ 15 ദിവസത്തിനകം നൽകേണ്ടതാണ്. കേരള സമൂഹത്തിന്റെ നവോത്ഥാനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജയന്തി ഇന്ന്. ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ അയ്യങ്കാളി പ്രതിമയിൽ മന്ത്രിമാരായ OR കേളു, V ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. അദ്ദേഹത്തിന്റെ ജന്മനാടായ വെങ്ങാനൂരിൽ അടുത്ത മാസം 16 വരെ നീളുന്ന വിവിധ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജാതി മേൽക്കോയ്മയ്ക്കെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പടനയിച്ച മഹാത്മാവാണ് അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ കോഴിക്കോട്ടും കണ്ണൂരും ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സൌരാഷ്ട്ര കച്ച് മേഖലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഗുജറാത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യ ഗുജറാത്തിലെയും തെക്കൻ ഗുജറാത്തിലെയും ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അഹമ്മദാബാദ്, വഡോദര ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന 23,000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ അഹമ്മദാബാദ്, രാജ്കോട്ട് വഴിയുള്ള ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. 2024 പാരീസ് പാരാലിമ്പിക്സ് ഗെയിംസിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം രാത്രി 11:30 ഉദ്ഘാടന ചടങ്ങുകൾ. ഇതാദ്യമായാണ് ഒരു സമ്മർ പാരാലിമ്പിക്സിന് ഫ്രാൻസ് വേദിയാകുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 84 കായിക താരങ്ങളാണ് ഇത്തവണ പാരാലിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നത്. പാരാലിമ്പിക് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഘമാണ് ഇത്തവണത്തേത്. 38 ഇന്ത്യൻ അത്ലറ്റുകൾ പങ്കെടുക്കുന്ന പാരാ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് ഓഗസ്റ്റ് 30 തുടക്കമാകും. സെപ്റ്റംബർ 8 വരെയാണ് പാരീസ് പാരാലിമ്പിക്സ് അരങ്ങേറുന്നത്. ലോക അത്ലറ്റിക് അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജയ്കുമാർ, നീരു പഥക്, റിഹാൻ ചൌധരി, സാന്ദ്രമോൾ സാബു എന്നിവർക്ക് 4x400 മീറ്റർ മിക്സഡ് റിലേ ഫൈനൽ യോഗ്യത. 20 ടീമുകളിൽ മൂന്നാമതെത്തിയ ഇന്ത്യ ഒന്നാം ഹീറ്റ്സിൽ 2ാം സ്ഥാനത്തോടെ സീസണിലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. കാസർഗോഡ് നടത്തിയ പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 203 പോയിന്റ് നേട്ടത്തിൽ 81,915-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 69 പോയിന്റ് ഉയർന്ന് 20,087-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 21 രൂപ വർദ്ധിച്ച് 6,715 രൂപയും പവന് 53,720 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് ഇന്ന് 10 വയസ്സ്. പദ്ധതി വൻ വിജയമെന്ന് ഗുണഭോക്താക്കളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോളറയ്ക്കെതിരെയുള്ള വാക്സിൻ തദ്ദേശീയമായി വികസിപ്പിച്ച് ഇന്ത്യ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് സർക്കാർ മറച്ചുവെക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തു. ജാതി മേൽക്കോയ്മയ്ക്കെതിരെ പടനയിച്ച മഹാത്മാവാണ് അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സൌരാഷ്ട്ര കച്ച് മേഖലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത.
2024 പാരീസ് പാരാലിമ്പിക്സ് ഗെയിംസിന് ഇന്ന് തുടക്കം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 84 കായിക താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.